ബ്രേക്ക് ഫ്ലൂയിഡ് ചേഞ്ചിങ് വണ്ടിയുടെ സേഫ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സർവീസ് പ്രൊസീജിയറാണ്. ഗ്ലൈക്കോൾ ബേസ്ഡ് ബ്രേക്ക് ഫ്ലൂയിഡ് അതിൻ്റെ വെയ്റ്റിൻ്റെ 30% മോയ്സ്ചർ 2 വർഷത്തിനുള്ളിൽ അബ്സോർബ് ചെയ്യും. മോയ്സ്ചർ അബ്സോർബ് ചെയ്ത് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ എത്തുന്നതിന് മുമ്പ് വാട്ടറിൻ്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ എത്തുകയും വാട്ടർ ബോയിലായി വാട്ടർ വേപ്പർ ആവുകയും വാട്ടർ വേപ്പർ ഗ്യാഷ്യസ് ഫോം ആയതുകൊണ്ട് തന്നെ ലിക്വിഡ് ഫോമിനെക്കാട്ടിയും കൂടുതൽ കംപ്രസിബിൾ ആകുന്നത് കൊണ്ട് ബ്രേക്ക് നഷ്ടപ്പെടും. ബ്രേക്ക് ഫ്ലൂയിഡ് സ്വന്തമായിട്ട് സർവീസ് ചെയ്യുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബ്രേക്ക് ഫ്ലൂയിഡ് ഒരു കൊറോസീവ് മെറ്റീരിയലാണ്. അത് പെയിൻറ്റിലോ പ്ലാസ്റ്റിക്കിലോ വീണ് കഴിഞ്ഞാൽ പെയിൻറ്റും പ്ലാസ്റ്റിക്കും ഡാമേജ് ആയിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഫസ്റ്റ് ഓൾഡ് ബ്രേക്ക് ഫ്ലൂയിഡ് ബ്രേക്ക് റിസർവോയറിൽ നിന്ന് റിമൂവ് ചെയ്ത് ഫ്രഷ് ബ്രേക്ക് ഫ്ലൂയിഡ് ഫിൽ ചെയ്യണം. മെയിനായിട്ട് 4 ടൈപ്പ് ബ്രേക്ക് ഫ്ലൂയിഡാണുള്ളത്: .3, .4, .5 ആൻഡ് .5.1. ഇതൊരു 60 ml സിറിഞ്ച് ഉപയോഗിച്ച് റിമൂവ് ചെയ്ത ഓൾഡ് ബ്രേക്ക് ഫ്ലൂയിഡാണ്. ചേഞ്ച് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന പുതിയ ബ്രേക്ക് ഫ്ലൂയിഡ് .4+ ആണ്. .4+, .4ൻ്റെ ലോ വിസ്കോസിറ്റി വേരിയൻ്റ് ആണ്. .3 ഔട്ട്ഡേറ്റഡ് ആണ്. .4ഉം .5.1ഉം മോഡേൺ വെഹിക്കിൾസിൽ യൂസ് ചെയ്യണം. ബ്രേക്ക് റിസർവോയറോ മാസ്റ്റർ സിലിണ്ടറോ കാലിപ്പറോ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡ് തന്നെ യൂസ് ചെയ്യാം. ഒരു കാരണവശാലും വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യരുത്. ബ്രേക്ക് ഫ്ലൂയിഡ് ബ്ലീഡിങ് ബാക്ക് വീലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫ്രണ്ടിലോട്ടാണ് പോകുന്നത്. ഫസ്റ്റ് ബാക്ക് ലെഫ്റ്റ് സൈഡ്, ദെൻ ബാക്ക് റൈറ്റ് സൈഡ്, അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്. ഈ മോഡലിൽ ബാക്ക് ഡ്രം ബ്രേക്കും ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കുമാണ്. ഡ്രം ബ്രേക്കുള്ള മോഡൽസിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡ് ബ്ലീഡർ വാൽവ് ഡ്രമ്മിൻ്റെ ബാക്ക് സൈഡിലായിട്ടായിരിക്കും കാണുന്നത്. ബ്രേക്ക് ബ്ലീഡർ വാൽവ് ഒരു ബോക്സ് റെഞ്ച് യൂസ് ചെയ്ത് മാത്രമേ ഓപ്പൺ ചെയ്യാവൂ. ബോക്സ് റെഞ്ച് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ബ്രേക്ക് ബ്ലീഡർ വാൽവിൽ ഫുൾ കോണ്ടാക്റ്റ് കാണും. അത് കാരണം ബ്രേക്ക് ബ്ലീഡർ വാൽവ് ഡാമേജ് ആയിട്ടുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ബ്രേക്ക് ബ്ലീഡർ വാൽവിൻ്റെ ഡയമെൻഷന് കറക്റ്റായിട്ടുള്ള ഒരു ട്രാൻസ്പാരൻറ്റ് ഹോസ് ഉപയോഗിച്ച് വേണം ബ്രേക്ക് ബ്ലീഡ് ചെയ്യാനായിട്ട്. ഓൾഡ് ബ്രേക്ക് ഫ്ലൂയിഡ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലീഡ് ആയോ എന്നുള്ളത് കളർ വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ബ്ലീഡർ ഹോസ് ബ്ലീഡർ വാൽവിൻ്റെ നിന്നും ഒരു ഹയർ ആയിട്ടുള്ള ഒരു പാത്തിൽ കൂടെ വേണം കളക്ഷൻ ബോട്ടിലോട്ട് പോകേണ്ടത്. ബ്ലീഡർ വാൽവ് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് ഒരല്പം ബ്രേക്ക് ഫ്ലൂയിഡ് ബ്ലീഡ് ചെയ്യുന്ന ഹോസിലേക്ക് ഫില്ല് ചെയ്യണം. ബ്രേക്ക് ഫ്ലൂയിഡ് ട്യൂബിൻ്റെ അകത്ത് എയർ ഇല്ലാതെ ഫില്ലായെന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ ബ്രേക്ക് ബ്ലീഡർ വാൽവ് ഓപ്പൺ ചെയ്യാവൂ. ബ്രേക്ക് ഫ്ലൂയിഡ് ബ്രേക്ക് ബ്ലീഡർ വാൽവിൻ്റെ ഇൻടേക്ക് വരെ ഫില്ല് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ബ്ലീഡർ വാൽവ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എയർ ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ അകത്തോട്ട് കയറാതിരിക്കും. ബ്രേക്ക് ബ്ലീഡർ വാൽവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്ത് ബ്രേക്ക് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. മോഡേൺ വണ്ടികൾ ABSും ട്രാക്ഷൻ കൺട്രോളൊക്കെ ഉള്ള വണ്ടികളിൽ .4+ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. .5.1ന് .4നെക്കാട്ടിയും ബോയിലിംഗ് ടെമ്പറേച്ചർ കൂടുതലാണ്. .5.1, .4 യൂസ് ചെയ്യുന്ന വണ്ടികളിൽ യൂസ് ചെയ്യും. ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ട്യൂബിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നത് കാണാം. അതുവഴി ഓൾഡ് ബ്രേക്ക് ഫ്ലൂയിഡ് ട്രാവൽ ചെയ്യുന്നതുകൊണ്ടാണ് കളർ ചേഞ്ച് ആവുന്നത്. കളർ ചേഞ്ച് ഗ്രാജ്വലി കുറഞ്ഞ് പുതിയ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ കളറാവും. ഓരോ പ്രാവശ്യവും ബ്രേക്ക് പെഡൽ അപ്ലൈ ചെയ്ത് ബ്രേക്ക് ഫ്ലൂയിഡ് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ബ്രേക്ക് ഫ്ലൂയിഡ് ബ്രേക്ക് മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഒരു 4 പ്രസ് കഴിഞ്ഞിട്ട് ബ്രേക്ക് ഫ്ലൂയിഡ് ലെവൽ ചെക്ക് ചെയ്ത് റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുക. ബ്രേക്ക് മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് ബാക്കിലത്തെ വീലിലോട്ടുള്ള ഡിസ്റ്റൻസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ബാക്ക് ബ്രേക്സ് ബ്ലീഡ് ചെയ്യാനായിട്ട് കുറച്ച് കൂടുതൽ ബ്രേക്ക് ഫ്ലൂയിഡ് വേണം. ഒരു കാറിൻ്റെ ഫുള്ള് ബ്രേക്ക് ഫ്ലൂയിഡ് ചേഞ്ച് ചെയ്യാനായിട്ട് 1 ലിറ്റർ ബ്രേക്ക് ഫ്ലൂയിഡ് വേണ്ടി വരും. ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ കളർ പുതിയ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ കളറായിട്ട് മാച്ച് ആയാൽ ആ കംപ്ലീറ്റ് ലൈനിലുള്ള ഓൾഡ് ബ്രേക്ക് ഫ്ലൂയിഡ് റീപ്ലേസ് ആയി പുതിയ ബ്രേക്ക് ഫ്ലൂയിഡ് ആയതുകൊണ്ടാണ്. ബ്ലീഡിങ് പ്രോസസ്സ് ബ്രേക്ക് ബ്ലീഡർ വാൽവ് ക്ലോസ് ചെയ്യുന്നതോടുകൂടി കംപ്ലീറ്റ് ആയി. ബ്രേക്ക് ബ്ലീഡർ വാൽവ് ക്ലോസ് ചെയ്ത് ബ്ലീഡ് ചെയ്യാൻ യൂസ് ചെയ്ത ട്യൂബ് റിമൂവ് ചെയ്ത് ആ പാർട്ട് ബ്രേക്ക് ക്ലീനറോ ഡീഗ്രീസറോ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇത് സെയിം പ്രോസസ്സ് തന്നെയാണ് റൈറ്റ് സൈഡിലും റിപ്പീറ്റ് ചെയ്യേണ്ടത്.
ഇൻ കേസ് ബ്രേക്ക് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ബ്രേക്ക് ഫ്ലൂയിഡ് പെയിൻറ്റിൽ വീണാൽ ഒരു കാരണവശാലും ഒരു തുണി ഉപയോഗിച്ച് വൈപ്പ് ചെയ്ത് എടുക്കരുത്. വെള്ളം ഉപയോഗിച്ച് ഒരു മൈൽഡ് ഷാമ്പൂ ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്യുക. ഓൾഡ് ബൈക്കോ കാറോ ഒക്കെ ഫുൾ ബ്രേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മീൻസ് ABS ഇല്ലാത്ത വണ്ടികൾ DOT5 യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. DOT5 സിലിക്കൺ ബേസ്ഡ് ആണ്. അത് വാട്ടർ അബ്സോർബ് ചെയ്യത്തില്ല, പാർട്സ് ഒന്നും കൊറോഡ് ആകത്തുമില്ല. സോ ഒരുപാട് ലോങ് ലാസ്റ്റ് ചെയ്യും. പിന്നെ DOT5 ഒരൊറ്റ പ്രോബ്ലം, DOT5 DOT3 DOT4 ഒന്നുമായിട്ടും മിക്സ് ചെയ്യാൻ പാടില്ല. DOT5 DOT4 DOT3 ഒക്കെ കാട്ടിയും വിസ്കോസിറ്റി കൂടിയത് കാരണം ABS ഉള്ള വണ്ടികളിൽ DOT5 യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ABS യൂണിറ്റ് കംപ്ലൈൻ്റ് ആവും. ബ്രേക്ക് ബ്ലീഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ലെങ്തിയസ്റ്റ് ബ്രേക്ക് ലൈനാണ് ഫസ്റ്റ് ബ്ലീഡ് ചെയ്യേണ്ടത്. റൈറ്റ് ഹാൻഡ് സൈഡ് വണ്ടികളിൽ മാസ് സിലിണ്ടറിൻ്റെ പൊസിഷൻ റൈറ്റ് സൈഡിലായതുകൊണ്ട് തന്നെ ലെഫ്റ്റ് റെയർ ബ്രേക്കിനായിരിക്കും ഏറ്റവും ഡിസ്റ്റൻസ് കൂടിയ ബ്രേക്ക് ലൈൻ വരുന്നത്. അത് കാരണമാണ് ഫസ്റ്റ് ലെഫ്റ്റ് റെയർ വീല് ബ്ലീഡ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഇൻ കേസ് ബ്ലീഡ് ചെയ്യുന്നത് ഒരു ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വെഹിക്കിളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാസ് സിലിണ്ടറും ലെഫ്റ്റ് സൈഡിലായിരിക്കും. ലെങ്തിയസ്റ്റ് ബ്രേക്ക് ലൈൻ എന്ന് പറയുന്നത് റൈറ്റ് സൈഡ് റെയർ വീലായിരിക്കും. അതുകൊണ്ട് റൈറ്റ് സൈഡ് റെയർ വീലായിരിക്കും ആദ്യമേ ബ്ലീഡ് ചെയ്യേണ്ടത്. DOT3 ബ്രേക്ക് ഫ്ലൂയിഡ്സ് ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പെർഫോമൻസും കുറവാണ്, ബ്രേക്കിംഗ് സിസ്റ്റം ഡാമേജ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ബ്രേക്ക് ബ്ലീഡ് ചെയ്യുന്ന സമയത്ത് മാസ് സിലിണ്ടറിൽ ബ്രേക്ക് ഫ്ലൂയിഡ് ലെവൽ എപ്പോഴും ചെക്ക് ചെയ്ത് വേണം ബ്ലീഡ് ചെയ്യേണ്ടത്. ഇൻ കേസ് ബ്രേക്ക് ഫ്ലൂയിഡ് മാസ് സിലിണ്ടറിൽ കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ എയർ കയറും. ബാക്ക് ബ്രേക്ക് കണക്ക് തന്നെ എക്സാക്റ്റ് സെയിം പ്രൊസീജിയറാണ് ഫ്രണ്ട് ബ്രേക്ക് ബ്ലീഡ് ചെയ്യുന്നതിലും. പല കാലിപ്പറുകളിലും ബ്ലീഡർ വാൽവിൻ്റെ പൊസിഷൻസ് ഡിഫറെൻറ്റ് ലൊക്കേഷനിലായിരിക്കും. ഫ്രണ്ട് ബ്രേക്ക് ബ്ലീഡ് ചെയ്യുന്നതിൽ ഒരു ഡിഫറൻസ് ഉള്ളത് ഫുൾ പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു ഡീഗ്രീസ് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഇൻ കേസ് മാസ് സിലിണ്ടറിൻ്റെ അകത്ത് ഫ്ലൂയിഡ് ലെവൽ ചെക്ക് ചെയ്യാനായിട്ട് മറന്നുപോയി, ഫ്ലൂയിഡ് ലെവൽ ഫുള്ളായിട്ട് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പാനിക്കാവേണ്ട കാര്യമില്ല. മാസ് സിലിണ്ടറിൻ്റെ അകത്ത് വരെ മാത്രമേ എയർ കയറത്തുള്ളൂ. സോ എഗെയിൻ ഫ്ലൂയിഡ് മാസ് സിലിണ്ടറിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിട്ട് ഒരു 5 to 6 ടൈംസ് പ്രസ് ചെയ്യുന്ന സമയത്ത് എയർ ബബിൾസ് വരുന്നത് കാണാം. എയർ ബബിൾ കഴിയുന്നത് വരെ പ്രസ് ചെയ്താൽ മാത്രം മതി. 4 വീലിലെയും ബ്രേക്ക് ബ്ലീഡിങ് കഴിഞ്ഞാൽ മാസ് സിലിണ്ടറിൽ ഫ്ലൂയിഡ് ലെവൽ ചെക്ക് ചെയ്ത് മാക്സിമം ലെവലിലോട്ട് ഫ്ലൂയിഡ് ടോപ്പ് ചെയ്യുക. ടോപ്പ് ചെയ്ത് മാസ് സിലിണ്ടർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ പ്രൊസീജിയർ കഴിഞ്ഞു. ബ്രേക്ക് ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്ലൗ യൂസ് ചെയ്യുന്നതാണ് ഒരു നല്ല ഐഡിയ.
ബ്രേക്ക് ഫ്ലൂയിഡ് റിസർവോയർ മാക്സിമം ലെവലിൽ ഫില്ല് ചെയ്ത് ക്യാപ്പ് ക്ലോസ് ചെയ്യുന്നതോടുകൂടി പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി.